നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേരളത്തിലെ ചില പോലീസുകാരെക്കുറിച്ചാണ്. ഈ വീഡിയോ പല പോലീസുകാരും പലരും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചൊറിയാൻ വരണ്ട. ഞാൻ ചില സത്യകാര്യങ്ങളാണ് ഈ പറയുന്നത്. ചില പോലീസുകാർ അവരുടെ ഔദ്യോഗിക ജീവിതം കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു കാലാവധിയുണ്ട്, അത് കഴിയുമ്പോൾ അവരുടെ ജീവിതം വളരെ നരകം പിടിച്ച ജീവിതമായിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 22, 23, 20, 25 ചിലപ്പോൾ ഇവർ ജോലി പ്രവേശിക്കും. അത് കഴിയുമ്പം ആദ്യം ഇവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. അവരിങ്ങനെ പഠിച്ച് അവിടെ ഇവിടെയും പോയി പഠിച്ച് അവരെ കോഴ്സും പൂർത്തിയാക്കി ട്രെയിനിങ് കഴിഞ്ഞ് അവർ ജോലിക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു സ്റ്റേഷൻ കിട്ടും. അവർ കുറച്ച് നാളത്തേക്കൊക്കെ മാന്യമായിട്ടൊക്കെ നിൽക്കും അവിടെ. അത് കഴിയുമ്പോൾ ഇവർ മറ്റു പല സ്റ്റേഷനിലേക്ക് ഇവർക്ക് മാറ്റം കിട്ടും. അത് കഴിഞ്ഞ് ഇവരുടെ സ്വഭാവം എന്ന് പറയുമോ, ഈ പോലീസ് സ്റ്റേഷൻ എന്തോ ഇവരെ സ്വന്തമാണെന്നുള്ളൊരു ഒരു ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അവിടെ ചെല്ലുന്ന ഈ ആൾക്കാരോട്, പരാതി പറയാൻ ചെല്ലുന്നവരോട്, അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കുകയും ചെയ്യുന്നവരോട് ഇവർ വളരെ മോശമായിട്ടാണ് ചില പോലീസുകാർ പെരുമാറുക. നമ്മൾ കാണുന്നതാണല്ലോ കേരളത്തിലെ പല പോലീസുകാരുടെ അവസ്ഥ. പക്ഷേ ഈ പോലീസുകാർക്ക് എന്നാ സംഭവിക്കുന്നതോ, ഇവരേതെങ്കിലും ഭരണകക്ഷിയുടെ താല്പര്യത്തിന് വേണ്ടി ഇവർ ഈ ചില മനുഷ്യരെ പിടിച്ച് നന്നായിട്ട് ഇടിച്ച് പിഴിയും. അവരുടെ കൂമ്പിടിച്ച് പിഴിഞ്ഞ്. കാരണം പോലീസുകാരായതുകൊണ്ട് പേടിച്ചിട്ട് ആരും ചോദിക്കാൻ ചെയ്യില്ല. കാരണം പോലീസുകാരോട് ചോദിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ നല്ലോണം ഇടിച്ച് പിഴിഞ്ഞ് പരിപ്പെടുത്ത് വിട്ടിട്ടുണ്ട് ഒരുപാട് പേര്. കേരളത്തിൽ ഒരുപാട് പേര്, ഒത്തിരി പേര് കൊന്നിട്ടുമില്ല. പക്ഷേ ഈ പോലീസുകാർക്ക് വരുന്നൊരു അവസരം എന്താ പറയുക, ഇവരെ ഈ 56 വയസ്സ് കഴിഞ്ഞ് ഇവർ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പട്ടിയുടെ ഒരു അവസ്ഥ വരും. അതായത് ഈ കില്ലപ്പട്ടി നാക്ക് തളർന്ന് റോട്ടിൽ കൂടെ പോകുന്ന കണ്ടിട്ടില്ലേ? ചില പട്ടികൾ, പേപ്പട്ടികൾ നാക്ക് വെളിയിലേക്ക് ഇട്ട് റോട്ടി എന്ന് പറഞ്ഞ പോലെ ചില പോലീസുകാരുടെ ജീവിതം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചില CA-മാർ, ചില DYSP-മാർ, ചില SP-മാർ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഇങ്ങനെ ചില പോലീസുകാർ കിടന്ന് നരക വേദന അനുഭവിച്ച് കിടക്കുന്ന പോലീസുകാരുണ്ട്. കാരണം ഇത് എന്നോട് ആരും ഒരു പോലീസുകാരനും ചൊറിയ പറഞ്ഞ കേട്ടോ, ഞാൻ സത്യകാര്യങ്ങളാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരുപാട് പോലീസുകാരെ വെടിച്ച് നിങ്ങൾ വെച്ച് നോക്ക്. ഇവരിങ്ങനെ വെള്ളം ഇറങ്ങാണ്ട് പേപ്പട്ടി പുഴുത്ത് കിടക്കുന്ന പോലെ കിടന്ന് ചാകുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. കാരണം നല്ല സമയത്ത് ഇവർ ഒരുപാട് മനുഷ്യർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് CA-മാരുണ്ട്. അവനെല്ലാം